അപ്പൊ നമ്മളെ സ്റ്റാൻഡ് വന്നിട്ടുണ്ട്, റിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് കൂടുതൽ അങ്ങോട്ട് പോകണ്ട, ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇതുണ്ട്, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈറ്റ് എത്രത്തോളം ആണെന്ന് കാണിച്ചു തരാം. ഇവിടെ ടൈറ്റ് ചെയ്യുക. കറക്റ്റ് ഹൈറ്റ് മനസ്സിലാവണേ നമ്മളെ നോർമൽ ഒരു കഥ ഉണ്ടല്ലോ, കണ്ടോ, ഈ ഒരു കഥവിന്റെ അത്ര ഹൈറ്റ് ഉണ്ട്. ഇതിനകത്തോട്ട് ഈ ഒരു സാധനം കണ്ടോ, ഇതിനകത്തോട്ട് കയറ്റിയിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുക, പിന്നെ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതങ്ങ് കുറച്ചിരുന്നു. ആ ഒരു ബോർഡ് കണക്കിരിക്കുന്ന സാധനം അതിനകത്തോട്ട് കയറ്റിയാൽ മതി. ശേഷം പൊക്കിയതിന് ശേഷം ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് തുടങ്ങിയിരുന്നു. ഇടട്ടെ, പിന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കാണ്. ആറിക്കാം കളറുണ്ട്. കളറുണ്ടാ? എന്തുവാ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടാന്ന് മാറിയെന്ന് ഇപ്പൊ കൂടി കിടക്കുക. കുറയ്ക്കാം, കണ്ടോ, ലൈറ്റ് ഇന്റൻസിറ്റി കുറച്ച് ഇത്രയും കുറയ്ക്കാം. പിന്നെ മൊത്തം എത്ര ലെവൽ ഉണ്ടോ? 1, 2, 3, 9 ലെവൽ. 10 വരും. പിന്നെ ഇത് മാറ്റാൻ പറ്റും. മാറേ, ഇത് വാം കളർ അല്ല, ഇത് 3 കളറേ ഉള്ളൂ. ഇങ്ങനെ ഉള്ളെന്ന് തോന്നുന്നു. നല്ല വെള്ള ലൈറ്റ് വാങ്ങും. ഇത് കുറച്ചും കൂടെ കൊള്ളാല്ലേ? ഓക്കെ, ഇതാണ് ഇതിന്റെ സ്കീം. ലൈറ്റ് ഓഫ്. വേറെ ഒന്നിനകത്തില്ലല്ലോ. കളർ മാറുന്നതിനും കൊള്ളാം. ആ ലൈറ്റ് ഓഫ് ചെയ്താൽ നമ്മുടെ എനിക്ക് ഫസ്റ്റ് കൊള്ളാം, അടിപൊളി. കൊള്ളാം. ലൈറ്റ് മാറ്റിട്ടെ. ഇതിന്റെ ഈ ഫോൺ ഫ്രണ്ട് വെച്ചേക്കുന്നതിന് എന്തെങ്കിലും വിഷയം വല്ലതും ഉണ്ടോ? അതായത് ഇതിന്റെ നിഴല് വന്നതിന്റെ മൊത്തം അടിക്കുന്നുണ്ടോ ഫോണില്? ഇപ്പോഴും കുഴപ്പമില്ലല്ലേ? ഇപ്പോഴും ഏറ്റവും ബെറ്റർ ഏതാ എനിക്ക് തോന്നിയത്? അഭിപ്രായം പറയാൻ ആളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഡാൻസ് കളിക്കാൻ എടുത്തേന്നാ. ഇങ്ങനെ വെച്ചാൽ അടിപൊളി. അല്ല, നേരത്തെ ഇത് കൊള്ളാം. പക്ഷെ ഒരു മൂന്നും കൊള്ളാം. ഇത് കൊള്ളാം. ഇതാണ് ഇതിന്റെ സംഭവം. ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? രണ്ട് കണ്ണിന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. മൈക്കിന് കണക്ട് ചെയ്തോ? ഏതാ ഈ സാധനം കണ്ട? അത് ഇതിലേ ആണോ? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്യാമറ വീഡിയോ എടുത്ത് നോക്കാറുണ്ട്. ഈ സാധനം ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തായിരുന്നു വെക്കേണ്ടുള്ളത്. ഇത് ത്രൂ അല്ലായിരുന്നു. അതായത് ആണ്ടേ ഈ സാധനം ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് വെക്കണം. എന്താണ്ടേ ഈ സാധനം ഇതിനകത്തുണ്ടായത് ഇതിനകത്ത് വെച്ചതാ. ഇതിന്റെ താഴെ എടുത്ത് വെക്കണം. ജസ്റ്റ് മനസ്സിലായി. അതിനകത്ത് ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ നോക്കിയില്ല. വണ്ടി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. താഴെ ഈ ഒരു സാധനം പിടിച്ചു നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ വെച്ചിട്ട് വേറെ ഒന്നുമില്ലല്ലോ അത് വെക്കാൻ. അതിനകത്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ശരിയായി. ഈ ബോളൊന്ന് ഇതാക്കിയതിനു ശേഷം റിങ് ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് ടൈറ്റ് ചെയ്യണം. റിങ് ടൈറ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് ഇതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം? ആദ്യം ഇതിനകത്തോട്ട് കുറച്ച് ചെയ്യണം. കയറ്റി ജസ്റ്റ് ഞെക്കി ഇടുക.
കറക്കിട്ടാണ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ഫോണും വെച്ച് നോക്കാം. കുറച്ചു മുന്നേ ചുമ്മാ അല്ല വീണത്, സോറി മാറിപ്പോയി. വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ. ആ കുഴപ്പമില്ല, നമ്മൾ കൊടുത്ത കാശിനൊക്കെ കിട്ടുള്ളൂ. 500 രൂപയുടെ സാധനം 32. 532. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ മൈക്ക് എന്ന് വർക്കിപ്പിച്ചൊക്കെ എന്താ വഴി എന്തോ? ഓഫ് ആക്കണോ? ഓഫ് ആക്കണോ? ഈ മാമിയുടെ ഫോൺ എടുത്തിട്ടോ ശരി. ആ വണ്ടി അതൊക്കെ അങ്ങനെ തന്നെ. എന്നാലും ഈ മൈക്കിലൂടെ വെച്ച് വർക്കിപ്പിച്ചോ. ഇത് വർക്കാവാത്തയാണോ അതോ ഈ കണക്ട് ചെയ്യുന്നതിന്റെ പ്രശ്നമാണോ അറിയത്തില്ല. എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം. വേറെ ലെവൽ. അപ്പം അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് ഇങ്ങനെ വെയിറ്റ് കയറാൻ നേരത്തെ, നമ്മുടെ ഫോണിൻ്റെ വെയിറ്റ് കയറാൻ നേരത്ത് ഇത് കണ്ടോതാ, ഇവിടെ ഈ സാധനം ഇങ്ങോട്ട് വിട്ടു വരുന്നു കണ്ടോ, ഇങ്ങനെ അങ്ങ് വിട്ടു വരുന്നത്. ഈ സ്ക്രൂ എന്ന് പറയുന്നത് ടൈറ്റ് ചെയ്യുന്ന ഈ ബോൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാണിച്ചു തരാം. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സാധനം കേട്ടോ. പക്ഷേ ഈ സാധനം ഇങ്ങനെ നമ്മളെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റും. ഇങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഊരി വരുന്നതാണ്. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ?